ആരടി അറിയത്തില്ല. കഥ തുറക്കണേ. ആരാന്നൊക്കെ പിന്നെ പറയാം. കഥ അങ്ങോട്ട് തുറക്കാൻ. ചവിട്ടിയാൻ പൊളിക്കും. കഥ തുറക്കാനാ പറഞ്ഞത്. കഥ തുറക്കാൻ ആദ്യം. പിന്നെ എടാ ഇപ്പൊ എടി ഇവിടെ ഇങ്ങും ആരും എടി മര്യാദക്ക് കഥ തുറക്കാനാ പറഞ്ഞു. എടി ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഇല്ലെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. നീ മര്യാദക്ക് കഥ തുറക്കല്ലേ? ഞാൻ കഥ തുറക്കാനാ പറഞ്ഞത്. മര്യാദക്ക് കഥ തുറക്കുന്നത് ഞാൻ തുറക്കാനാ പറഞ്ഞത്. പോ അവിടെ മര്യാദക്ക് കഥ തുറക്കാൻ പറഞ്ഞു. അത് തുറക്കുന്നുണ്ടോ? അത് തുറക്കാനാ മര്യാദക്ക് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കൂടെ ചവിട്ടിയ എടി കുഞ്ഞെ ഇവിടെ എങ്ങും ഒരാണുങ്ങൾ പോലും ഇല്ലെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. നീ മര്യാദക്ക് കഥ ആരാടാ? എടാ ഇവളുമാരാരാണ്ടൊക്കെയാ വിളിക്കുന്നടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇത് കഥവും തുറക്കുന്നില്ല. ആ മര്യാദക്ക് കഥ തുറക്കാനാ എന്നോട് പറഞ്ഞേ. കഥ തുറന്ന ഞാൻ കേറൂല. ഞാൻ മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഈ മര്യാദക്ക് തുറക്കുന്നു. മര്യാദക്ക് ഇത് തുറന്നോ? അതാ നല്ലത്. ഞാൻ പറഞ്ഞല്ലേ പിന്നെ പോടാ. പാമ്പൊക്കെ പോവല്ലേ. മര്യാദക്ക് നീ തുറക്കാനാ പറഞ്ഞത്. ചവിട്ടിയാ പൊളിച്ച് മര്യാദക്ക് തുറക്ക. സാറേ ഞാനേ ഇവിടെ ഒരുത്തി ഒളിച്ചു താമസിക്കുന്നു പറഞ്ഞ അവളെ തിരക്കി വന്നതാ. കനകമ്മ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതിയോ സാറേ? ഞാനങ്ങ് പോയിക്കോളാം. എന്റെ പൊന്നു സാറേ ഞാൻ റോഡിലേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു കനകമ്മയുടെ വീടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു താൻ്റെ ഇവിടെ ഒരു കൂട്ടുകാരിയുടെ കൂടെ താമസിക്കുന്നതിന്. അങ്ങനെ അബദ്ധം പറ്റി വന്നു പോയതാ സാറേ. കനകമ്മ എന്നെ ഇത് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കുക സാറേ. അവളെ കാണാൻ വേണ്ടിയാ സാറേ. വീട് മാറിപ്പോയി. ഇത് കനകം പോലീസിന് ഇവിടെ ഇവിടെ ക്ഷമിക്കും സാറേ. ഞാൻ ഇനി വരുന്നില്ല സാറേ. അയ്യോ വിട്ടാലും സാറേ ഇനി വരുന്നില്ല. അബദ്ധം പറ്റി പോയാ സാറേ. അയ്യോ ചേച്ചി വിടാൻ പറയാ ചേച്ചി. അയ്യോ ചേച്ചി എന്നെ വിട്ടേ ചേച്ചി അറിയാൻ വന്നേ ചേച്ചി. എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് വിടാൻ വിടാം. ഞാൻ കാലുപിടി ഒന്ന് വിടും. ഞാൻ വരുത്തില്ല. പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അയ്യോ വേണ്ട സാറേ. കാലു പിടിക്കാം സാറേ. വേണ്ട ഞാൻ വിട്ടോ. സ്റ്റേഷനിൽ പോയിട്ട് ഇനി മനസ്സിലാക്കണം. കനകം പോലീസിന്റെ വീടാണ്. കനകമ്മയുടെ വീടല്ല. എന്റെ പൊന്നു സാറേ ഈ പെണ്ണുങ്ങളുടെ പേരല്ലാതെ വേറെ ഒരു പേരും കിട്ടിയില്ല സാറിന് ഇടാൻ.